നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മളിൽ ധാരാളം പേര് യൂട്യൂബ് ചാനൽ ഉള്ളവരാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാറുമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരും യൂട്യൂബിൽ വന്ന് ഒരു ചാനൽ തുടങ്ങുന്നത്? ഒരു പക്ഷേ ചിലർക്ക് നല്ല ഒരു ജോലി കാണും. അവർ അതിനെ ആ ഒരു മെയിൻ ജോലി വെച്ചിട്ട് ഈ യൂട്യൂബിനെ ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് കാണുന്നു. പിന്നെ ഈ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന ഏർണിങ്സൊക്കെ അവർക്കതൊരു എക്സ്ട്രാ വരുമാനമായിട്ട് കരുതാം. ഒരുപാട് പേര് ഹോം മേക്കർ എന്ന് പറയും. പണ്ട് കാലത്ത് നമ്മൾ വീട്ടമ്മമാരെന്ന് പറയും, ഇപ്പോൾ ഹോം മേക്കർ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു വർക്ക് ഫ്രം ഹോം ജോലി പോലെയാണ് ഈ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബിൽ വരുന്നത് ഒരു ഏർണിങ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും സമ്പാദിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് എല്ലാവരും ചാനൽ തുടങ്ങുന്നത്. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, യൂട്യൂബിൽ നിന്നും അങ്ങനെ വിചാരിക്കുന്ന എളുപ്പത്തിൽ പണം സമ്പാദിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഇതിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നേറേണ്ടി വരുന്ന ഒരു ജോലിയാണ്. ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം അതിൽ കൂടുതലും ആയവർക്കൊക്കെ അറിയാം, വാച്ച് അവറൊക്കെ കുറഞ്ഞു വരും. ലാസ്റ്റ് 365 ദിവസത്തിൻ്റെ വാച്ച് അവറൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും അത് വളരെ കുറവായിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും പലർക്കും. യൂട്യൂബിൽ നിന്നും അതുകൊണ്ട് ഏർണിങ്സ് ഉണ്ടാക്കുന്നതും അതിൽ സക്സസ്ഫുള്ളായിട്ട് പിടിച്ചു നിൽക്കാനൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് വേണം. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് പേരൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട് ഒരുപാട് കമൻസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടും വ്യൂസ് വളരെ കുറവാണ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നു, അതുപോലെ തന്നെ വേറെ മോശമായിട്ട് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത വീഡിയോസൊക്കെ ഇടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യൂസ് കിട്ടുന്നു, അതുകൊണ്ട് ചാനൽ നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കമൻറ്റൊക്കെ ഞാൻ വായിക്കാനിടയായി. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരുമ്പോഴേക്കും അതെന്താ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ വേറെ ഒരാൾ ഇപ്പോൾ വാട്സപ്പിൽ അയക്കുകയോ എവിടെയാണെങ്കിലും ഒരു ഫ്രണ്ട് അയച്ചു തന്നാലും അവരുടെ ഈ അയച്ചു തരുന്ന കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അതേ കണ്ടൻറ്റ് വേറെ ആരെങ്കിലും മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും മിക്കപ്പോഴും നമ്മൾക്കത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ എൻ്റെ തന്നെ ഒരു മെയിൻ ചാനലിന് ഇതുപോലെ ഒരു ഫ്രണ്ട് വന്നിട്ട് വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണെന്ന് പറഞ്ഞൊരു വീഡിയോ ക്ലിപ്പിംഗ് അയച്ചു തന്നു. അത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് 1 അല്ല 2 ഒരുമിച്ച് വാർണിംഗ് വന്നു. ഫസ്റ്റ് സ്ട്രൈക്ക്, സെക്കൻഡ് സ്ട്രൈക്ക്. അതുപോലെ എനിക്ക് മനസ്സിലായില്ല, അവർ ഉടനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാറില്ല യൂട്യൂബ്. ഇപ്പോൾ കാര്യം അറിയാതെ അത് 2-3 ഭാഗങ്ങളായിട്ടൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ദൈവം സഹായിച്ചിട്ട് ഭാഗ്യം കൊണ്ട് 3ാമത്തെ സ്ട്രൈക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അതിൽ നിന്നും 3ാമത്തെ സ്ട്രൈക്ക് വന്നാൽ അറിയാമല്ലോ ചാനൽ തന്നെ അടിച്ചു പോകുന്നുള്ളത്. അങ്ങനെ ഒരുപാട് അഗ്നി പരീക്ഷകൾ എന്ന് തന്നെ പറയാം. ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടെയൊക്കെയാണ് കഷ്ടപ്പെട്ട് നമുക്ക് ചാനലിൽ മുന്നേറാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇങ്ങനത്തെ ഓരോരോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിച്ചിട്ടാണ് യൂട്യൂബിൽ ഒരു നല്ല ക്രിയേറ്ററായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലർക്കും അറിയാം, നമ്മൾക്ക് ഒരു ഡയമണ്ട് ആദ്യം ഖനനം ചെയ്ത് കിട്ടുമ്പോഴേക്കും അത് വന്നിട്ട് അഴുക്ക് പുരണ്ട് അതിന് ഒരു തിളക്കമോ ഭംഗിയോ ഒന്നും ഉണ്ടാകില്ല. പിന്നെ എത്ര മാറ്റുരച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആ ഒറിജിനൽ ഫോം വീണ്ടെടുക്കുന്നത്, തിളങ്ങുന്നത് എന്നുള്ളത് അതിൻ്റെ പിറകിലുള്ള അത്രയ്ക്ക് കഷ്ടപ്പാടുകളാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതും. വളരെയധികം കഷ്ടപ്പെട്ടും ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം ഇതിന് വേണ്ടിയിട്ട്. ഒന്ന് കണ്ടിട്ടും തളരാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ക്രിയേറ്റേഴ്സ് വരുന്നത് കൊണ്ട് യൂട്യൂബ് അൽഗോരിതം ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആകും. അത് ഏത് സാഹചര്യത്തിലും മനസ്സ് തളരാതെ മുമ്പോട്ട് പോകണം എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമ്മൾക്കിവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകുക. അതുപോലെ പലരും മുഴുവൻ സമയവും യൂട്യൂബിൽ ചിലവാക്കുന്നവരായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു നിശ്ചിത സമയം മാത്രം അതിനായിട്ട് നീക്കി വയ്ക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. വേറെ ഒരു ചാനലിൽ എനിക്ക് അടുത്തിടെ പോയി ഒരു 10 ദിവസമായിട്ട് ആയിരക്കണക്കിന് വ്യൂസ് വരുന്ന ഒരു ചാനലാണ് വീഡിയോസിന്. അത് 150, 200 ആ കണക്കിൽ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു 10 ദിവസമായിട്ട് ഇങ്ങനെയല്ലേ വരുന്നത്, ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വന്ന് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായി. അതിൽ നിന്നും നല്ല ഏർണിങ്സ് വരുന്നുമുണ്ട്.
അതിപ്പോൾ അടുത്ത ഏർണിങ്സ് കിട്ടിക്കഴിഞ്ഞോ, അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ പ്രതീക്ഷ കൈവിടാതെ മുമ്പോട്ട് പോകുക. ഒരിക്കലും തളരരുത്. തീർച്ചയായിട്ടും കഠിന പരിശ്രമം ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പാണ്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ മോട്ടിവേഷൻ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.